എയ്തർ റിസ്ത എയ്തറിൻ്റെ ഭാഗത്ത് നിന്ന് നാലാമത്തെ വണ്ടിയാണത്. അതിൻ്റെ സീരീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 450X ഉണ്ട്, 450S ഉണ്ട്, അവർ 450 അപ്പെക്സ് ഉണ്ട്. അങ്ങനെ നാലാമത്തെ വണ്ടിയാണ് റിസ്ത. അപ്പോൾ ആ റിസ്തയെക്കുറിച്ച് ധാരാളം റൂമേഴ്സും പല പല ന്യൂസും പുറത്തു വരുന്നുണ്ട്. അവസാനം എയ്തർ പറഞ്ഞിരുന്നു അവരിന് ഇപ്പോൾ എൻ്റെ കൺഫേംഡ് ന്യൂസ് പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ട് ധാരാളം വീഡിയോസ് എയ്തറിൻ്റെ ഭാഗത്തും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവസാനമായിട്ട് ഏപ്രിൽ 6-ാം തീയതിയാണ് അവർ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചൊന്നുമല്ല, എയ്തറിൻ്റെ ഭാഗത്ത് നിന്ന് വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല, അതിൻ്റെ പ്രീ ബുക്കിംഗ്സ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ കേട്ട സത്യമാണ്, എയ്തറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എയ്തറിൻ്റെ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണിത്. കാരണം വേറൊന്നുമല്ല, അടുത്ത ഏപ്രിൽ 6-ാം തീയതിയാണ് അവർ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രൈസസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല, സ്പെക്ക് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ലൊരു വണ്ടിയാകാനാണ് ചാൻസ് കൂടുതൽ. കാരണം വേറൊന്നുമല്ല, ബെൽറ്റ് ഡ്രിവൺ മോട്ടർ ആയിരിക്കും. അത് മാത്രമല്ല എയ്തർ പറഞ്ഞിട്ടുണ്ട് 450 സീരീസിനെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബാറ്ററി പാക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.9 കിലോവാട്ടും 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് എയ്തറിൻ്റെ ഫാമിലി ഉള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 60 കിലോമീറ്റർ നിങ്ങൾക്ക് സിറ്റി റൈഡ് മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എയ്തറിന് വണ്ടി പ്രിഫർ ചെയ്യാം. കാരണം നല്ലൊരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് തുടങ്ങിയത് എയ്തർ തന്നെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഓലയും ബാക്കി എല്ലാ കമ്പനീസും വന്നത്. അപ്പോൾ അത്രയും R&D ടെക്നോളജി അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും റിലയബിൾ ആയിട്ട് വണ്ടിയാണ് എയ്തർ. പിന്നെ തീർച്ചയായിട്ടും പ്രൈസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു വാല്യൂ ഫോർ മണി ആ വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും നിങ്ങളിപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. കാരണം വേറെ എന്തായാലും നമുക്ക് പറയാം, പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് എന്തായാലും ഒരു ഇൻട്രൊഡക്ടറി ഓഫറിലായിരിക്കും വണ്ടി കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേറെ കാര്യം കൂടി അറിയാം, ഫെയിം ടു സബ്സിഡി ഈ മാസം അവസാനം എക്സ്പയർ ആകുകയാണ്. അപ്പോൾ ഇനി മുതൽ അടുത്ത മാസം വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് 10,000 രൂപ മാത്രമേ സബ്സിഡി കിട്ടുള്ളൂ. അതായത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസിൻ്റെ ആ ഒരു സബ്സിഡി സ്കീം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടിക്ക് വില കൂടും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും വണ്ടിക്ക് റേറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, അതായത് അവർ ആദ്യത്തെ ഇൻട്രൊഡക്ടറി പ്രൈസ് കുറച്ച് ആൾക്കാർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെയ്യണം നിങ്ങൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഏതാണ്ട് വെബ്സൈറ്റിൽ പോവുക, അവിടെ പോയിട്ട് നിങ്ങൾക്ക് 999 രൂപ നിങ്ങൾക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്യാം. അതിലൊരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഈ വണ്ടിയുടെ എമൗണ്ട്, അതായത് പ്രീ ബുക്കിംഗ് എമൗണ്ട് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല, വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആയില്ലെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയുടെ എമൗണ്ട് 999 രൂപ റീഫണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതാണ് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രീ ബുക്ക് ചെയ്യുക. കാരണം 999 കേസേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ റേറ്റ് കുറച്ച് കിട്ടും. അതായത് ഇൻട്രൊഡക്ടറി പ്രൈസ് നിങ്ങൾക്ക് വണ്ടി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനൊപ്പം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ ആരെങ്കിലും വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇട്ടാൽ മതി, അതിൽ ആൻസർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് റിസർച്ച് കേസ് പറയുകയാണെങ്കിൽ ധാരാളം വീഡിയോസ് ഒരു ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതാണ്ട് ഭാഗത്ത് ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഡ്രോപ്പ് ടെസ്റ്റ് 40 ഫീറ്റിൽ നിന്നൊരു ബാറ്ററി ഡ്രോപ്പ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ബാറ്ററിയുള്ള വിശ്വാസമാണ് അതിൽ കാണിക്കുന്നത്. അതിനൊപ്പം തന്നെ അവരൊരു IP67 ബാറ്ററിയുടെ ഒരു ലീക്ക് ടെസ്റ്റും കണ്ടക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചാനലിലെ വീഡിയോസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, അതിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാറ്ററിയുള്ള വിശ്വാസമാണ് ഏതാണ് ആ വീഡിയോയിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും റിലയബിൾ ബാറ്ററി ആയെന്നുള്ള ഒരു സംശയമൊന്നുമില്ല. കാരണം വേറെ നമുക്കറിയാം, ഏതറിലുള്ള വിശ്വാസം എല്ലാവർക്കും നല്ലതാണ്. വേറെ നല്ല കുറേ കംപ്ലയിൻസ് കുറഞ്ഞ വണ്ടി, അതുപോലെ ആഫ്റ്റർ സീ സർവീസും എല്ലാം വളരെ നല്ലതാണ് ഏതറിൻ്റെ കേസിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടി തന്നെയായിരിക്കും. അപ്പോൾ വേറെ കണ്ടീഷനുള്ള നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു 60 മുതൽ 70 കിലോമീറ്റർ നിങ്ങൾക്ക് ഡെയിലി ഓട്ടോ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതറിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും 6-ാം തീയതി വണ്ടി ലോഞ്ച് ആവും. അപ്പോൾ ലോഞ്ച് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനലിലുണ്ടാവും വീഡിയോസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.